SNDP യോഗത്തുനിന്ന് പുറത്തിറങ്ങിയിട്ട് ശ്രീനാരായണ ഗുരു എഴുതി കൊടുത്ത വിളംബരത്തിൽ അദ്ദേഹം പറഞ്ഞത്, മുമ്പൊക്കെ മനസ്സിൽ നിന്ന് എന്നതുപോലെ ഇനി മുതൽ വാക്കിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും നാം യോഗത്തെ വിട്ടിരിക്കുന്നു എന്നാണ്. ഇതിനേക്കാൾ കൃത്യമായിട്ട് ഒരു വാക്യം എഴുതാൻ പറ്റില്ല. അപ്പോ മനസ്സിൽ നിന്ന് വിട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. VS പാർട്ടിയായ 96 മനസ്സിൽ നിന്ന് വിട്ടിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ അദ്ദേഹം മാത്രമായിട്ടില്ല. ഇപ്പൊ 98 വെട്ടിനിരത്തലൊക്കെ നടന്നാൽ അതിനകത്ത് ആരൊക്കെയാണ് കാരണം VSന്റെ ഒരു വലിയ ദൗർബല്യമായിരുന്നത്, അവസാനം VSനെ 2016 VS രാഷ്ട്രീയമായിട്ട് തകരുന്നത് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. 2016 തകർച്ചയിലേക്കൊക്കെ VSനെ തള്ളിവിട്ട ഒരു ചെറിയ കൂട്ടം പരമസ്വാർത്ഥികൾ എല്ലാ കാലത്തും VSന്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു കാലത്ത് അതിന്റെ നേതൃത്വത്തിൽ പിണറായി വിജയനാണ് ഉണ്ടായിരുന്നത്, സാക്ഷാത് പിണറായി വിജയൻ. അപ്പൊ അതുകൊണ്ട് 98 ഈ CIT വെട്ടിനിരത്തലിന്റെ കഥയൊക്കെ എനിക്കറിയാം, അതിന്റെ പിന്നിൽ നടന്ന നാടകങ്ങളൊക്കെ അറിയാം. പക്ഷേ ഞാൻ എൻ്റെ ഭാഗത്ത് നിൽക്കുന്നു, എനിക്ക് ഒരുപാട് തെളിവുണ്ട്, ഞാൻ ഇപ്പൊ പറയുന്നില്ല. 96 VS പാർട്ടിയെ മനസ്സിന് വിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നായനാരുടെ മന്ത്രിസഭ നേരത്തെ വേണു ചൂണ്ടിക്കാണിച്ചുവല്ലോ, അദ്ദേഹം മുല്ലപ്പെരിയാർ വിഷയത്തിലൊക്കെ എടുത്ത സ്റ്റാൻഡ്, അന്നത്തെ RSP മന്ത്രിക്കെതിരായിട്ട് എടുത്ത സ്റ്റാൻഡൊക്കെ ഉണ്ട്. അപ്പൊ അത് വളരെ വ്യക്തമാണ്, എനിക്കതിൽ സംശയമില്ല. പിന്നെ ഈ ചോദ്യത്തിലേക്ക് വന്നാല് VS എന്താ ചെയ്തത്? VS ഈ ആഗോളീകരണത്തിന്റെയും ഉദാരീകരണത്തിന്റെയും അജണ്ടയിലേക്കാണ് CPM പോയത്, ബംഗാളിൽ പോയത്, ഇപ്പൊ കേരളത്തിൽ പോയിക്കൊണ്ടേയിരിക്കുന്നത്. അതിന്റെ നടുവിൽ, ആഗോളീകരണത്തിന്റെ നടുവിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് കരുതാവുന്ന പാർട്ടിയോ, ഇനി ഒരു ലവ് പാർട്ടി, അതാണ് ഒരു ലവ് പാർട്ടി എന്ന് ഞാൻ പറയുമ്പോൾ ഇപ്പൊ ഡെമോക്രാറ്റിക് ലെഫ്റ്റും ആവാം. ഞാനിപ്പോ ഇന്ന് രാവിലെ സംസാരിച്ച പലരോട് പറഞ്ഞ ഉദാഹരണം, ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ മുതലാളിത്ത രാജ്യം അമേരിക്ക, അതിൽ ഏറ്റവും സമ്പന്നമായ നഗരം എന്ന് പറയുന്നത് ന്യൂയോർക്ക്. അതിന്റെ ന്യൂയോർക്കിന്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന 30 ചില്ലാനും വയസ്സ് പ്രായമുള്ള ഒരു സോറാൻ മന്ദാരി എന്ന് പറയുന്ന ആള് കൊണ്ടുവരുന്ന പുതിയ അജണ്ടയുണ്ട്. ഈ അജണ്ട എന്താണ്? ഈ തീർച്ചയായിട്ടും കമ്മ്യൂണിസം ഒന്നുമല്ല, പക്ഷെ സോഷ്യലിസമാണ്. ബേർണി സാൻഡേഴ്സിന്റെ അദ്ദേഹം നന്നേ VS അച്യുതാനന്ദനെ പോലെ തന്നെ പ്രായാധികമുള്ള ഒരാളാണ് സാൻഡേഴ്സിന് ശേഷം ഡെമോക്രാറ്റുകൾക്കിടയിൽ ഒരു സോഷ്യലിസ്റ്റും ഇല്ല എന്ന് കരുതിയെടുത്താണ് ഇടിത്തി പോലെ ഒരു സോറാൻ മാംദാനി, അദ്ദേഹത്തിന് വളരെ ചെറിയ വയസ്സേ ഉള്ളൂ, വരുന്നു. ഇതൊരു പ്രശ്നമാണ്. ഇതെന്താ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഹൃദയാലുവായ ഒരു മനുഷ്യനാണെങ്കിൽ, നിങ്ങൾ വാസ്തവത്തിൽ ജനങ്ങളോട് അങ്ങേയറ്റത്തെ താല്പര്യമുള്ള ഒരാള്, ജനങ്ങളുടെ ഭാഗത്താണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് രാഷ്ട്രീയം എന്ന് വിശ്വസിക്കുന്ന നിസ്വാർത്ഥനായ ഒരാളാണെങ്കിൽ, ഈ ആഗോളീകരണത്തിന്റെയും ഉദാരീകരണത്തിന്റെയും കാലത്ത് അജണ്ടകൾ മാറ്റാൻ നിർബന്ധിതമാകും. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, പുതിയ കാലത്തിന്റെ അജണ്ട VS അത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ പരിസ്ഥിതിയുടെ മഹാപ്രശ്നം വരുന്നു. മൂലധന താല്പര്യങ്ങൾ വേഴ്സസ് പരിസ്ഥിതി എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. മൂലധനം എല്ലാറ്റിനും പ്ലണ്ടർ ചെയ്യാണ്. ഈ ആശയം രാഷ്ട്രീയത്തിന്റെ, കേരളീയ സാമൂഹ്യ ജീവിതത്തിന്റെ മധ്യത്തിൽ കൊണ്ടുവന്ന് വെച്ച ഒരാളുണ്ടെങ്കിൽ അത് അച്യുതാനന്ദനാണ്. കേരളത്തിൽ പരിസ്ഥിതിവാദികൾ ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ VS അത് ഏറ്റെടുത്തപ്പോഴാണ് അത് കേരളത്തിന്റെ ഒരു ശബ്ദമായി മാറുന്നത്. ഇത് തന്നെയാണ് സ്ത്രീ പ്രശ്നങ്ങളുടെ കാര്യം. ഇപ്പൊ സ്ത്രീകളുടെ മാനം കാക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ആളുകൾ എഴുതുന്നുണ്ട്. സ്ത്രീകളുടെ മാനമൊക്കെ സ്ത്രീകൾ കാത്തോളും, പക്ഷേ സ്ത്രീകളുടെ പുറത്ത് അന്യായമായി കൈവെക്കുന്ന ഒരുത്തനെയും വെറുതെ വിടില്ല എന്നൊരു പ്രഖ്യാപനം നാം കേട്ടത് VSന്റെ ഈ പറയുന്ന പ്രഖ്യാപനത്തിലൂടെയാണ്. അക്കാര്യത്തിൽ വലിയ ജാഗ്രത. ഒരു കാര്യം കൂടി ശ്രീ ഉമേഷ് ബാബു, ഈ പറയുന്ന കേരളത്തെ സംബന്ധിച്ച് അസാധാരണമായിരുന്നു ഈ പെൺവാണിഭം എന്ന് പറയുന്ന കാര്യം. അതുകൊണ്ടാണ് ഈ ഐസ്ക്രീം കേസൊക്കെ നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അന്നൊക്കെ ഇത്രയും ശക്തമായി, ഇപ്പം അങ്ങ് പറയുന്നുണ്ടല്ലോ, സ്ത്രീയുടെ അഭിമാനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്ത്രീയുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട കാര്യം സ്ത്രീ തന്നെ നോക്കിക്കോളും, അതിനാരും ഏറ്റെടുപ്പുകാർ വേണ്ട എന്ന്. അതൊക്കെ ഇപ്പോൾ പറയാവുന്ന ഒരു പാകമായ സമൂഹമായി നാം മാറിയിട്ടുണ്ട്. പക്ഷേ VS ഈ സമരമൊക്കെ ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ അന്ന് തന്നെ VS എടുത്തൊരു സമീപനമുണ്ട്. പിന്നീടാണ് ഉന്നത നീതിപീഠം പോലും ആ ചുവടുമാറ്റത്തിലേക്ക് വരുന്നത്. ഇര പറയുന്നതാണ് ശരി, ഇരയുടെ ഭാഗം കേൾക്കലാണ് ശരി. അതൊരു വലിയ ചുവടുമാറ്റമായിരുന്നു. അതൊക്കെ ഉന്നത നീതിപീഠത്തിലേക്ക് വരെ എത്തുന്നത് വളരെ പിന്നീടായിരുന്നില്ലേ ശ്രീ ഉമേഷ് ബാബു? അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യ വിഷനില്ലേ, ഞാനിപ്പോൾ വേണുവിന്റെ പേര് പറയുന്നുണ്ട്, എനിക്ക് MB ബഷീറിന്റെ പേര്, എനിക്ക് കുറെ പത്രക്കാരോട് കൂടിയായിട്ടൊരു ബന്ധമുണ്ട്. അവരൊക്കെ വളരെ ചെറുപ്പക്കാരായിരുന്ന ആളുകളാണ്. എനിക്കോ ഇത്രയും പ്രായമില്ല കാലത്ത്. ഈ വെളിപ്പെടുത്തലൊക്കെ വരുന്ന ദിവസമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അന്നും ഞാൻ ഈ അന്ന് ടെലിവിഷൻ ചാനൽ അധികമില്ല, അതിനകത്തുണ്ട്. അപ്പൊ അന്ന് ഈ കേരളത്തിലെ ഭൂകമ്പത്തിന് തീ കൊളുത്തിയ മാധ്യമ പ്രവർത്തനത്തെ ആരാണ് കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിന് നടുവിൽ കേരളത്തിന്റെ നൈതികതയുടെ നെഞ്ചത്ത് കുത്തുന്ന ഒരു അസ്ത്രമായിട്ട് ഉന്നയിച്ച ഒരാൾ അച്യുതാനന്ദനാണ്. ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഈ പറയുന്ന അതുപോലെ തന്നെ സമത്വ ആദർശം എന്ന് പറയുന്ന ഒരു കാര്യമില്ലേ, അവിടെയാണ് ഞാൻ ന്യൂയോർക്കിലെ ഡെമോക്രാറ്റ് മേയർ സ്ഥാനാർത്ഥിയെ കുറിച്ച് പറയുന്നത്. സമത്വം എന്ന് പറയുന്നത് വേണ്ട,
അല്ലെങ്കിൽ സമത്വം എന്നുള്ളത് ഈ പ്രകൃതി വിരുദ്ധമാണ് എന്നൊക്കെ പറയുന്നതിന് പതിറ്റാണ്ടുകൾ പ്രായമുള്ളപ്പോഴാണ് അച്യുതാനന്ദൻ സമത്വത്തിന്റെ പക്ഷമാണ് ശരി എന്നൊരു നിലപാടെടുത്തു വന്നത്. അദ്ദേഹം ഈ കാളുകളെ മുഴുവൻ പ്രമാണി വർഗം എന്നാണ് വിളിച്ചത്. പ്രമാണിമാർ, പഴയ ആലപ്പുഴക്കാരന്റെ ഭാഷയിൽ. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ആഗോളീകരണത്തിന്റെ ഒരു വഴിയിലേക്ക്, ഉദാരീകരണം, അത് മാത്രമല്ല, ഞാൻ ജോണിന്റെ അറിവിലേക്ക് ഒരു കാര്യം പറയാം. അത് ഒരുപക്ഷെ നമ്മുടെ മാധ്യമങ്ങളും അധികം അറിഞ്ഞിട്ടില്ലാത്തൊരു കാര്യം, അതോടെ ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടെ പറയുന്ന കാര്യമാണ്. കോൺഗ്രസിനെ ഈ പറയുന്ന ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ കോൺഗ്രസിനെ പിന്തുണക്കേണ്ടതുണ്ട് എന്നൊരു റെസൊല്യൂഷൻ CPM പാസ്സാക്കിയിട്ടില്ലെന്നാണല്ലോ പറയുന്നത്. CPM 2026 നമ്മളത് കാണാൻ പോവുക. CPM BJP ആയിട്ട് ചേരാൻ പോവുക. കാരണം ഞാൻ അറിഞ്ഞെടുത്തോളം അകത്തെ ചർച്ചകൾ, അതിന്റെ ഏറ്റവും ഉയർന്ന സംവിധാനങ്ങളുണ്ടല്ലോ, അവിടെ ആരാ ജനറൽ സെക്രട്ടറി? MA ബേബി. MA ബേബിക്ക് ഈ പാർട്ടിയിൽ എന്താണ്, നമ്മൾ പറയല്ലോ, ഹെജിമോണിക് ആയിട്ടുള്ള ഒരു പൊസിഷനുള്ള ഒരാളാണോ ബേബി? അല്ല. പിണറായി വിജയൻ പൊക്കി വെച്ചൊരു പാവയാണ്. കാരണം കേന്ദ്രത്തിലെ മുഴുവൻ നേതൃത്വത്തിന്റെയും ഒരു താല്പര്യം ഈ ഡോക്ടർ അശോക് ധാവള എന്ന് പറയുന്ന ആഗോളീകരണ വിരുദ്ധനെ ജനറൽ സെക്രട്ടറി ആക്കണമെന്നാണ്. അങ്ങനെ വന്നാൽ ഈ തന്റെ കേരള ഘടകത്തിന്റെയും നിലപാട് അസ്തിത്വം പ്രയാസത്തിലാകുന്നുള്ളതുകൊണ്ടാണ് ഈ പറയുന്ന ബേബി എന്ന് പറയുന്ന, അതാണ് ഒരു പാർട്ടിയിൽ ഒരു നേതൃത്വം എന്ന് പറഞ്ഞാൽ എന്താ, ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എന്താ, അയാൾക്ക് പാർട്ടി സംഘടനകത്ത് ഹെജിമോണിക്കായ പൊസിഷൻ ഉണ്ടാവണം. യെച്ചൂരിക്ക് അതുണ്ടായിരുന്നു. ഇപ്പൊ ഈ സെക്രട്ടറിക്ക് അതുള്ളതായിട്ട് ഇപ്പൊ സമ്മേളനം കഴിഞ്ഞ് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞിട്ട് കുറെ കാലം ആയല്ലോ. നമ്മൾ കാണുന്നുണ്ടോ? ചൂണ്ടിക്കാട്ടിയൊരു കാര്യമുണ്ട്. 2026 BJPയുമായുള്ള ധാരണയിലേക്കാകും ഇടതുപക്ഷം പോവുക എന്ന്, ഭരണത്തിന്റെ അടുത്ത തുടർച്ചയ്ക്ക് വേണ്ടിയെന്ന്. അതിന്റെ ചില സൂചനകൾ കണ്ടു തുടങ്ങിയിട്ടുമുണ്ട്. ഈ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന അനുനയ നീക്കങ്ങൾ, അത് BJPയുടെ ഒരു പച്ചക്കൊടി അതിന് കിട്ടുക, ഇതൊക്കെ വളരെ സംശയാസ്പദമാണ്.